ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരു നൂലുകെട്ടിന് വേണ്ടിയിട്ടുള്ള പട്ടുപാവാട സിമ്പിളായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്കും വളരെ സിമ്പിളാണിത്, എല്ലാവർക്കും ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺ വോയിസ് ലോങ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. നമ്മൾ 2 പീസാണ് എടുത്തിട്ടിരിക്കുന്നത്. 9 ഇഞ്ചാണ് ഞാൻ ബോട്ടം പോർഷൻ്റെ ലെങ്തായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ബോർഡർ വരുന്ന പീസാണ് നമ്മൾ ബോട്ടത്തിനായിട്ട് എടുക്കുന്നത്. ഇത് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. സ്റ്റിച്ചിങ് വലുതായിട്ട് അറിയാത്തവർക്ക് വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ബോട്ടം പീസ് 2 കട്ട് ചെയ്തെടുത്തു. നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം. ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ 4 മടക്കിയാണ് ഇടേണ്ടത്. 4 മടക്കിയിടുക. 4 പീസുണ്ട്. നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് നോക്കാം. ഒരു 4.5 ഇഞ്ചാണ് നമ്മൾ ടോപ്പിൻ്റെ ലെങ്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. വലിയ പിള്ളേർക്കാണെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ പ്രായം അനുസരിച്ച് ഇത് ടോപ്പും ബോട്ടവും വലുതാക്കി കൊടുത്താൽ മതി. മൊത്തം ടോട്ടൽ ഒരു 7 ഇഞ്ച് പള്ളിയും കൂടെ ചേർത്ത് വന്നാൽ മതി. പിന്നെ ഞാനൊരു 6.5 എടുക്കുന്നത്. ഒരു 6 ഇഞ്ച് എടുത്താൽ മതി. പിന്നെ നമ്മൾ കുഞ്ഞ് ബേബികൾക്ക് തയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് ലൂസായിട്ട് തയ്ക്കുന്നതാണ് നല്ലത്. അവർക്ക് ഇടാനും ഒരു കംഫർട്ടബിളായിട്ടുള്ളത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു 6.5 ഇഞ്ച് 6.5 ഇഞ്ച് വേണമെന്നില്ല. 6 ഇഞ്ച് താഴെ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരുടെ കഴുത്ത് മാർക്ക് ചെയ്യാൻ ഒരു 3 അല്ലെങ്കിൽ 2.25 ഇഞ്ചിൽ ചരിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കെട്ടുടുപ്പായതുകൊണ്ട് കൈക്കുഴിയൊന്നും പ്രശ്നം വരത്തില്ല. ഇനി എപ്പോഴും നമ്മൾ ഗൗണോ ഫ്രോക്കോ എന്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ബോട്ടം പോർഷൻ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ചരിച്ച് വിട്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഓരോ പീസിനും അത് വെച്ച് തന്നെ ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി. ബോട്ടം പോർഷനിൽ നമ്മൾ എത്രയാണ് ലെങ്ത് എടുത്തത് കുറച്ച് ലെങ്തിൽ ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഒരു 15 ഇഞ്ച് നീളത്തിലും 1.25 ഇഞ്ച് വീതിയിലും ഒരു 4 കഷ്ണം തുണി നമുക്ക് മുറിച്ചെടുക്കണം. അതാണ് നമ്മൾ ഉടുപ്പിൻ്റെ വള്ളിയായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 4 മുറിച്ചെടുക്കുക. ഇനി അത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത്, ഇത് നിങ്ങൾക്ക് വേറെ പല രീതിയിൽ നമുക്ക് തിരിച്ചിടുന്ന രീതിയിലൊക്കെ വള്ളി എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഇതാണ്, അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഈ സെയിം രീതിയിൽ നമ്മൾ 4 കട്ട് ചെയ്തെടുക്കണം. താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വിടും. ഇത്ര സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാവോ അത്രയും സൈഡിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് വരുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത്ര സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ 1 സ്റ്റിച്ച് ചെയ്തെടുത്തു. സെയിം രീതിക്ക് തന്നെ ബാക്കിയുള്ള 4 സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 4 പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാം. നമ്മൾ ആ ചരിച്ച് വെട്ടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കത് തയ്ച്ചു കൊടുക്കാം. സെയിം തന്നെ അപ്പുറത്തെ സൈഡിലും വയ്ക്കുക. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ഫ്രണ്ട് പീസ് ചെയ്യുന്നു അതുപോലെ തന്നെ ബാക്ക് പീസിലും ചെയ്ത് കൊടുക്കുക. ഇത് കെട്ടുടുപ്പായതുകൊണ്ട് ബാക്കിൽ നമ്മൾ വേറെ ഓപ്പണിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. സെയിം തന്നെ ബാക്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനുമായി ബാക്ക് പോർഷനുമായി. ഇനി ഇതിലോട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യുക. ലൈനിങ്ങിൻ്റെ പുറത്തെടുത്ത് വെച്ച് ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക.
ആ വള്ളി എവിടെയാണോ തുടങ്ങുന്നത് അവിടം വരെ ചരിച്ച് വന്നിട്ട് പിന്നെ സ്ട്രെയിറ്റായിട്ട് വരിക. വീണ്ടും അടുത്ത വള്ളി തീരുന്നിടത്ത് വെച്ചിട്ട് വീണ്ടും ചരിച്ച് തയ്ക്കുക. നമുക്ക് ആ കറക്റ്റ് ആ കോർണറിൽ തന്നെ നമ്മുടെ ഈ വള്ളി അവിടെ തന്നെ വരും. സെയിം തന്നെ ബാക്ക് പോർഷനിലും ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ സൈഡിൽ കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ എന്ത് ഡ്രസ്സ് ചെയ്താലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് തിരിച്ചിടാൻ ശ്രദ്ധിക്കണം. ഇനി അത് തിരിച്ചെടുക്കുക. തിരിച്ചെടുത്ത് അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക. നമുക്ക് എത്ര സൈഡിലൂടെ ചെയ്യാൻ പറ്റുമോ അത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടും. എല്ലാ പോർഷനിലും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ചുറ്റുപാടും തയ്ച്ചെടുക്കുക. ഇത് വളരെ സിമ്പിളാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മൾ ഫ്രണ്ട് പോർഷൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെയിം രീതിയിൽ തന്നെ നമ്മൾ ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബോട്ടം പോർഷൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ മെഷീൻ്റെ ഏറ്റവും വലിയ കാണി, അതായത് 5 എൻ്റെ മെഷീനിൽ 5 കിടക്കുന്നത്, 5 നമ്മുടെ ബോട്ടം പോർഷൻ്റെ മുകളിലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നില്ല, നോർമലായിട്ട് പ്ലീറ്റ്സ് കൊടുത്തും ഈ ബോട്ടം പോർഷൻ ചെയ്തെടുക്കാം. എനിക്കിതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് കാണിക്കുന്നത്. അതിലൊരു നൂല് വലിക്കുക, നമുക്ക് നല്ലതായിട്ട് പ്ലീറ്റ്സ് കിട്ടും. വളരെ സിമ്പിളാണ്. എന്നിട്ട് അത് നമ്മുടെ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ നൂല് വലിച്ച് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് പ്ലീറ്റ്സ് എടുക്കാതെ തന്നെ നല്ല പ്ലീറ്റ്സ് കിട്ടും. മറ്റേത് നമുക്ക് ചിലപ്പോൾ എടുത്ത് വരുമ്പോഴത്തേക്ക് ലെങ്തിലൊക്കെ ഒരു ബുദ്ധിമുട്ട്, കറക്റ്റ് ലെങ്ത് കിട്ടാനും ഒക്കെ കാണും. ഈ മെത്തേഡ് ആകുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ടോപ്പ് പോർഷൻ്റെ ലെവലിലോട്ട് നൂല് വലിച്ച് ഞൊറിഞ്ഞ് കൊടുക്കാൻ പറ്റും. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പോർഷനിലും ചെയ്തെടുക്കണം. നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ മെയിൻ ഫാബ്രിക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് 2 സ്റ്റിച്ച് വീതം കൊടുക്കാൻ നോക്കണം. ഇനി ലൈനിങ് എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം. ലൈനിങ് എടുത്തിട്ട് നമ്മൾ എവിടെയാണോ മെയിൻ ഫാബ്രിക് അറ്റാച്ച് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം ലൈനിങ് വയ്ക്കാൻ. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും. പുറത്ത് തയ്യലൊന്നും കാണാത്ത വിധത്തിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ആ ലൈനിങ് അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തു. നേരത്തെ പോലെ തന്നെ 2 സ്റ്റിച്ച് ലൈനിങ് വെച്ചെടുത്ത് കൊടുക്കുക. കണ്ടോ, നല്ല നീറ്റായിട്ട് തയ്യലൊന്നും പുറത്ത് വരാത്ത വിധത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡ്രസ്സ് കഴിഞ്ഞ് ഇനി സൈഡും കൂടെ അറ്റാച്ച് ചെയ്താൽ മതി. എപ്പോഴും സൈഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നല്ല ഭാഗം ചേർത്തടിച്ചിട്ട് തിരിച്ചിട്ടടിക്കാനാണെങ്കിൽ ഒട്ടും തയ്യൽ തുമ്പില്ലാതെ കിട്ടും. അപ്പം ഞാൻ നല്ല ഭാഗം വെച്ച് ആദ്യം സ്റ്റിച്ച് ചെയ്യുക. 2 സൈഡിലെയും നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ച്, അതായത് പുറമേ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് വളരെ അരികത്തൂടെ വേണം ആ സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ഇനി അത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക.
അപ്പോൾ നമുക്ക് ആ സൈഡൊക്കെ നൂലൊന്നും പൊങ്ങാതെയും കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കൊള്ളാതെയൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ മറ്റേ സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് കാണുമ്പോൾ കുറച്ച് പ്രശ്നം തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് ചെയ്യാൻ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. വലിയ മെഷർമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. കട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്, ചെയ്തെടുക്കാനും വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ ബോട്ടം പോർഷൻ നമുക്ക് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്യുമ്പോൾ വളരെ ചൂട് കുറച്ച് ചെറുതായിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ചൂടിൽ അയൺ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.